എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നിങ്ങളുടെ +2 ഇംഗ്ലീഷ് എക്സാമിന് നമുക്കൊരു 2 ദിവസം ഗ്യാപ്പേ ഉള്ളൂ. ഓക്കെ, അതായത് 1, 2 ഓക്കെ, 1-ാം തീയതി, 2-ാം തീയതി, ദെൻ 3-ാം തീയതി എക്സാമാണ്. ഓക്കെ, അപ്പോൾ അതിന് മുന്നത്തെ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ വേറെ സബ്ജക്റ്റുകളൊക്കെ പഠിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ 2 ദിവസം പറഞ്ഞത്. ഓക്കെ, അപ്പം ഈ 1-ാം തീയതി, 2-ാം തീയതി, പിന്നെ 3-ാം തീയതി രാവിലെ. ഓക്കെ, അപ്പോൾ ഈ 3 ദിവസങ്ങളിൽ എങ്ങനെ നമുക്ക് എഫക്റ്റീവായിട്ട് പഠിക്കാം, എങ്ങനെ നമുക്ക് എഫക്റ്റീവായിട്ട് ഫുൾ മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ +2 ഇംഗ്ലീഷ് എക്സാമിന് വേണ്ട സ്റ്റഡി പ്ലാനാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, വളരെ എഫക്റ്റീവായിട്ടുള്ള രീതിയിലാണ് ഞാനിത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ ഈ ഒരു രീതിയിൽ എക്സാമിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈം മാനേജ്മെൻറ്റ് വളരെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് സമയവും മിക്കവാറും എന്തുണ്ടാവും, മിച്ചം കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഫുൾ കംപ്ലീറ്റ് ചെയ്ത് പഠിച്ച് തീർക്കാനും പറ്റും. അതായത് ചാപ്റ്റേഴ്സും കവർ ചെയ്യാൻ പറ്റും, ഗ്രാമറും കവർ ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ് PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വരെ നിങ്ങൾക്ക് എഴുതി നോക്കാനുള്ള ടൈം ഇതിൽ ഞാൻ സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെ ആദ്യം നമ്മൾ നോക്കുന്നത് 1-ാം തീയതിയാണ്. 1-ാം തീയതി തൊട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ 1-ാം തീയതി രാവിലെ ഞാൻ ഇതിൽ എഴുതിക്കുന്ന ടൈമിങ്ങിൽ ചിലപ്പോൾ 2 മണിക്കൂർ 2.5 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ടൈമിങ് ഞാൻ ഒരു കാര്യത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾ നോക്കേണ്ടത് ഇതിനിടയ്ക്ക് നിങ്ങളൊരു 10 മിനിറ്റ് 15 മിനിറ്റ് ബ്രേക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ എടുത്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഒരു എളുപ്പത്തിന് വേണ്ടി ഞാൻ അങ്ങനെ എഴുതിയതാണ് കേട്ടോ, മുറിച്ച് എഴുതണ്ടെന്ന് വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തുടക്കത്തിൽ രാവിലെ 1-ാം തീയതി രാവിലെ 5 മണിക്ക് നമ്മൾ എഴുന്നേൽക്കുന്നു. 5 മണി മുതൽ 7:30 വരെ നമ്മൾ പഠിക്കേണ്ടത് നമ്മുടെ കവിതകളാണ്. ഓക്കെ, അപ്പോൾ 5 മണി മുതൽ 7:30 വരെ നമ്മൾ പഠിക്കേണ്ടത് കവിതകളാണ്. നമുക്ക് ടോട്ടൽ 5 യൂണിറ്റ് ഉണ്ട്. 5 യൂണിറ്റിൽ ഓരോ യൂണിറ്റിലും ഓരോ കവിതകൾ വീതമുണ്ട്. അപ്പം 5 പോയം. അതായത് ഇവിടെ ടോട്ടൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 2.5 മണിക്കൂർ ടൈമുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞില്ല നിങ്ങൾ ഇതിനിടയ്ക്ക് ഒരു 15 മിനിറ്റോ ഗ്യാപ്പ് എടുത്തോ കുഴപ്പമില്ല. നമുക്ക് എല്ലാ കവിതയും പഠിക്കാൻ അരമണിക്കൂർ ടൈമൊന്നും വേണ്ട. ഈ കവിത പഠിക്കുന്നു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ കവിത ഒരു 2-3 തവണ വായിക്കുക, വായിച്ചിട്ട് അപ്രിസിയേഷൻ വായിക്കുക, ദെൻ ലൈൻ ബൈ ലൈൻ മീനിങ്ങും കൂടെ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഓക്കെ, പോയിന്റ് ഡിവൈസ് അടക്കം എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. കാരണം നമുക്ക് പോയിന്റിൻ്റെ ലൈൻ തന്നിട്ട് 4 ക്വസ്റ്റ്യനോ 5 ക്വസ്റ്റ്യനോ ചോദിക്കുന്ന പാറ്റേൺ ഉണ്ട് ക്വസ്റ്റ്യനിൽ. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അറ്റൻഡ് ചെയ്യാൻ പറ്റണം, കംപ്ലീറ്റ് മാർക്ക് മേടിക്കാൻ പറ്റണം. അതുകൊണ്ട് ആ രീതിക്ക് എന്ത് ചെയ്യണം, പഠിച്ച് ക്ലിയർ ചെയ്യണം. അപ്പോൾ 5 മണി മുതൽ 7:30 വരെ നിങ്ങൾ 5 കവിതകൾ പഠിക്കുന്നു, പക്കയാക്കുന്നു. ഓക്കെ, അതിനടുത്ത് നമ്മൾ 8 മണി ഞാൻ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു അരമണിക്കൂർ ബ്രേക്കാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റും തരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കഴിച്ച് മാക്സിമം നമ്മൾ സമയം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ നമ്മൾ എത്രത്തോളം ബ്രേക്ക് എടുക്കുന്നു, നമ്മുടെ കംഫർട്ട് നോക്കുന്നു എന്നുള്ളതല്ല, നമ്മളെങ്ങനെ എഫക്റ്റീവായിട്ട് ടൈം മാനേജ് ചെയ്യുന്നു, നമ്മളെങ്ങനെ നമ്മുടെ സിലബസ് കവർ ചെയ്യുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ 8 മണി മുതൽ 10 മണി വരെ ഞാൻ ടൈം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ 2 മണിക്കൂറുണ്ട്. ഇടയ്ക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ ബ്രേക്ക് എടുക്കുക. ഓക്കെ, ഇപ്പോൾ 9 മണി വരെ പഠിച്ചിട്ട് ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുക്കാം. ഓക്കെ, അങ്ങനെ നിങ്ങളുടെ ഇഷ്ടം പോലെ മാക്സിമം 10 മിനിറ്റോ 15 മിനിറ്റോ മാത്രമേ ഇതിനിടയ്ക്ക് ബ്രേക്ക് കൊടുക്കാവൂ, ടൈം കളയരുത്. ഓക്കെ, നമ്മൾ 1-ാമത്തെ യൂണിറ്റ് നമ്മൾ പഠിക്കുന്നു. ടോട്ടൽ 4 ചാപ്റ്റർ ഉണ്ട്. അതിൽ ഒരു ചാപ്റ്റർ പോയമാണ് നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ 3 ചാപ്റ്ററാണ് എഴുതിയിരിക്കുന്നത്. എല്ലാത്തിലും ഞാൻ എഴുതിക്കുന്ന ചാപ്റ്റേഴ്സിൽ വരുമ്പോഴത്തേക്കും ഇതിൽ ഓരോ ചാപ്റ്റർ കുറവാണ്. കാരണം അത് കവിതയിൽ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് ഓരോ ചാപ്റ്റേഴ്സ് കുറവാണ്. അപ്പം 3 ചാപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് പക്ക ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യണം, ക്ലിയർ ചെയ്ത് പഠിക്കണം. പഠിച്ചിട്ട് അതിനും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും കൂടെ എന്ത് ചെയ്യണം, നിങ്ങൾ എഴുതണം. അതായത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബേസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, അല്ലാതെ നോട്ടിലുള്ള നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അതെല്ലാം എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കണം. അതിനാണ് സമയം തരുന്നത്, ഇത്രയും സമയം. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു 10:15 മുതൽ ഒരു 11:45 വരെ രണ്ടാമത്തെ യൂണിറ്റ് ടോട്ടൽ 3 ചാപ്റ്റർ ഉണ്ട്. ഒരു ചാപ്റ്ററുടെ കവിതയ്ക്കകത്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ദെൻ റിമൈനിങ് 2 ചാപ്റ്റേഴ്സ് ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ കംപ്ലീറ്റ് ചെയ്യുന്നു. ദെൻ അത് കഴിഞ്ഞ് 12 മണി മുതൽ 1:30 വരെ. ഓക്കെ, 3-ാമത്തെ യൂണിറ്റ് ആണ്. അവിടെയും 2 ചാപ്റ്ററേ ഉള്ളൂ. ഓക്കെ, അതെന്ത് ചെയ്യുക, കവർ ചെയ്യുക. ദെൻ 2 മണി മുതൽ ഇടയ്ക്ക് ഉച്ചയ്ക്ക് കഴിക്കണ്ടേ, അപ്പോൾ അതിനുള്ള അരമണിക്കൂർ. ഓക്കെ, നിങ്ങൾക്ക് വേറെ തോന്നരുത്, ഈ അരമണിക്കൂർ ബ്രേക്ക് തരുന്നുണ്ട്. നമ്മൾ ചില സമയങ്ങളിൽ കൂടുതൽ ബ്രേക്ക് ടൈം ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ ഫ്ലെക്സിബിലിറ്റി പോലെ നിങ്ങൾക്ക് നേരത്തെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ ആ ബ്രേക്ക് ടൈമിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. വീണ്ടും ഞാൻ പറയുന്നു, നമ്മുടെ കംഫർട്ട് അല്ല, എക്സാമാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് 2 മണി മുതൽ 3:30 വരെ നമ്മൾ 4-ാമത്തെ യൂണിറ്റ് പഠിക്കുന്നു. ഓക്കെ, 2 ചാപ്റ്റർ. ദെൻ 3:45 മുതൽ ഒരു 5:15 വരെയുള്ള ടൈം. ഓക്കെ, നമ്മൾ 5-ാമത്തെ യൂണിറ്റ് പഠിക്കുന്നു, 2 ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തു. ടോട്ടൽ 16 പാഠങ്ങളുണ്ട്. ഓക്കെ, 5 കവിതകൾ, 11 പ്രോസ് ചാപ്റ്റേഴ്സ്, ടോട്ടൽ 16 ചാപ്റ്റേഴ്സ് എന്ത് ചെയ്തു, നമ്മൾ കവർ ചെയ്തു, പക്കയാക്കിയിട്ടുണ്ട്. ഓക്കെ, റിവൈസ് ചെയ്യാൻ ടൈമുണ്ട്, ഞാൻ പറയാം. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്തിരിക്കേണ്ട കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചുമ്മാ വർക്കൗട്ട് ചെയ്യുകയല്ല, പ്രോപ്പർ ടൈം കൊടുത്ത് നിങ്ങൾ എഴുതി നോക്കണം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് 80 മാർക്കിൻ്റെ എക്സാമാണ്. ടൈം മാനേജ്മെൻറ്റ് ഭയങ്കര ബുദ്ധിമുട്ടാണ്.
ഇംഗ്ലീഷ് എക്സാമാണ്. മലയാളവും ഇംഗ്ലീഷും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഹിന്ദിയൊക്കെ പിന്നെ നമ്മൾ എഴുതി ഒപ്പിക്കും, നമുക്ക് ടൈം വേണമെങ്കിൽ മിച്ചവും കിട്ടാറുണ്ട്. ഓക്കെ, പക്ഷേ ഇംഗ്ലീഷ് ഭയങ്കര വിഷയമാണ്. നിങ്ങൾക്ക് എത്ര എഴുതിയാലും ചില ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എഴുതിയിട്ട് നിങ്ങൾക്ക് തീരത്തില്ല. ചിലതിന് നമുക്ക് പ്രോപ്പറായിട്ട് എങ്ങനെ എഴുതണമെന്ന് ഐഡിയയും കിട്ടത്തില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആൻസർ എത്തിക്കാനും പറ്റത്തില്ല. കണ്ടന്റ് ചിലതിൽ കുറഞ്ഞു പോകും, ചിലതിൽ കൂടിപ്പോവും, സമയം കൈവിട്ട് പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പക്കയായിട്ട് വർക്കൗട്ട് ചെയ്തിരിക്കണം. ഞാൻ ഇവിടെ തരുന്നത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എഴുതാൻ 2.5 മണിക്കൂറാണ്. അതിൽ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വിചാരിച്ചാൽ നമ്മുടെ ഈ 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. കാരണം നമ്മൾ കവിത അടക്കം എല്ലാം പഠിച്ച് ചെയ്തിട്ടുണ്ട്. ഗ്രാമർ ക്വസ്റ്റ്യൻ ഇപ്പോൾ എന്ത് ചെയ്യേണ്ട, നിങ്ങൾ ചെയ്യേണ്ട. ഈ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഗ്രാമർ ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യേണ്ട. കാരണം നമ്മൾ ഗ്രാമർ പോർഷൻ ഞാൻ പഠിക്കാൻ ഇതിൽ പറഞ്ഞിട്ടില്ല. അത് പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത ശേഷം ഞാൻ ഗ്രാമറിന് വേറൊരു സെഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അതിലെന്ത് ചെയ്യുക, ഗ്രാമർ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അപ്പം ബാക്കി ഗ്രാമർ ക്വസ്റ്റ്യൻ പോർഷൻ ഒഴിച്ചിട്ട് ഒക്കെ അപ്പം ഗ്രാമർ ഒഴിച്ച് ബാക്കി കംപ്ലീറ്റ് എഴുതണം. എഴുതിയേ പറ്റൂ. 2.5 മണിക്കൂർ. ഓക്കെ, നിങ്ങളുടെ എക്സാം 3 നിങ്ങൾക്ക് 2.5 മണിക്കൂറേ ടൈം തരുന്നുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ ടൈം എന്ത് ചെയ്യണം, ലിമിറ്റ് ചെയ്ത് എഴുതാൻ പഠിക്കണം. ഓക്കെ, നമുക്കപ്പോൾ എക്സ്ട്രാ കുറച്ചൊരു ടൈം കിട്ടുമ്പോൾ നമ്മൾ ഫ്ലെക്സിബിൾ ആയിരിക്കും. ഓക്കെ, നമുക്ക് ടെൻഷനൊന്നും ഇല്ലാതെ ആ ഒരു ടൈം ലിമിറ്റിനകത്ത് കവർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ചെയ്യേണ്ടത്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 6 മണി മുതൽ 8:30 വരെയുള്ള ടൈമിൽ നിങ്ങൾ 2023 ഫൈനൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക. ഉറപ്പായിട്ടും ഈ ഒരു പാറ്റേൺ നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങളുടെ എക്സാമിൽ നിങ്ങൾക്ക് വളരെ എഫക്റ്റീവാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അത്രയും ഞാൻ ഉറപ്പ് പറയും. ഓക്കെ, ദെൻ അത് കഴിഞ്ഞ് 1/2 മണിക്കൂർ നിങ്ങൾ ഫുഡ് കഴിക്കുക. ഓക്കെ, ഇവിടുത്തെ ടൈം നിങ്ങൾ നോക്കരുത്, കാരണം നമുക്ക് കവർ ചെയ്യാനുണ്ട്, ഒരുപാട് സമയം വേണം. 9 മണി മുതൽ 11:30 വരെ വീണ്ടും 2.5 മണിക്കൂർ ക്വസ്റ്റ്യൻ പേപ്പർ, മോഡൽ എക്സാം, 2024 മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, അപ്പോൾ ആ ഒരു ദിവസത്തെ 1-ാം തീയതി നമ്മൾ എന്ത് ചെയ്തു, അവിടെ വൈൻഡപ്പ് ചെയ്തു. 11:30 എന്ത് ചെയ്തു, നമ്മൾ എൻഡ് ചെയ്തു. ദെൻ 2-ാമത്തെ ദിവസം, ഓക്കെ, 2-ാം തീയതി, ഓക്കെ, 5 മണിക്ക് നമ്മൾ എഴുന്നേൽക്കുന്നു. 7:30 വരെ വീണ്ടും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഓക്കെ, 2024 ഫൈനൽ ഇയർ, ഓക്കെ, ഫൈനൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യുന്നു, നമ്മൾ ചെയ്യുന്നുണ്ട്. 2024 ഫൈനൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് 1/2 മണിക്കൂർ ബ്രേക്ക്. ഓക്കെ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഫുഡ് കഴിക്കണമെങ്കിൽ ഫുഡ് കഴിക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് റിലാക്സ് ആവാം. എക്സാമാണ്, നമ്മൾ നല്ല ടയേർഡ് ആവും. ഓക്കെ, നമുക്ക് ഭയങ്കര മടുപ്പ് തോന്നും. ഓക്കെ, അതുകൊണ്ട് 8 മണി മുതൽ 10:30 വരെ വീണ്ടും 2.5 മണിക്കൂർ നിങ്ങൾ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ എഴുതി കഴിഞ്ഞ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, എന്തുകൊണ്ട് ഞാൻ ഈ 4 ക്വസ്റ്റ്യൻ പേപ്പർ ഇൻക്ലൂഡ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ 4 ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ ഫൈനൽ എക്സാമിലേക്ക് പോകുന്ന സമയത്ത് റിപ്പീറ്റഡ് ആയിട്ടുള്ള കുറഞ്ഞത് ഒരു 6-7 ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. ഓക്കെ, മിനിമം 4 എണ്ണമെങ്കിലും കിട്ടും. മാക്സിമം പോയി ഒരു 7-8 ക്വസ്റ്റ്യൻ വരെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കിട്ടാം. നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും, നിങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ലാതെ എഴുതാൻ പറ്റും. ഒരു പ്രാവശ്യം നമ്മളൊരു ക്വസ്റ്റ്യൻ സ്വന്തമായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഏത് സമയത്ത് നമ്മൾ എഴുതിയ ആൻസർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് സമയത്തും എന്ത് ചെയ്യുക, ഒരു ഫ്ലോയിൽ എഴുതാൻ പറ്റും. ചിന്തിച്ചിരിക്കേണ്ട കാര്യമല്ല, ഡൗട്ട് അടിക്കേണ്ട കാര്യമല്ല, നമ്മൾ പക്ക എന്ത് ചെയ്യും, നമ്മൾ ആൻസർ എഴുതും. ഓക്കെ, വെറുതെ പറയുന്നതല്ല, ഞാൻ ഇത്രയും കാലമായിട്ട് ഇത് പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. ഞാനത് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാറുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാനിത് പറയുന്നത്. ഓക്കെ, then അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഒരു 1/2 മണിക്കൂർ ബ്രേക്ക് എടുക്കുന്നു. ഇവിടെ ഫുഡ് കഴിച്ചിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ 1/2 മണിക്കൂറിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഫുഡ് കഴിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് റിലാക്സ് ചെയ്യാം. ഓക്കെ, then അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും 11 മണി മുതൽ 12:30 വരെ ഒരു 1.5 മണിക്കൂർ സെഷനാണ്. ഗ്രാമർ ടോപ്പിക്കുകൾ എന്ത് ചെയ്യുക, കവർ ചെയ്യുക. ആ നിങ്ങൾ കവർ ചെയ്യുന്ന ടോപ്പിക്കിനകത്ത് വരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, നിങ്ങളിപ്പം 4 ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ പറഞ്ഞില്ലേ, ഈ 4 ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം ചെയ്യണമെന്നില്ല. ഗ്രാമറാണ്, നമുക്ക് കുറച്ച് സാധനങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പം അതിന് മുന്നത്തെയും ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, ചെയ്യുക. ഓക്കെ, ഗ്രാമർ മാക്സിമം നമ്മൾ ചെയ്യുന്നത് അത്ര എഫക്റ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പം ഒരു ഗ്രാമർ നിങ്ങൾ തീർക്കാൻ പറ്റുന്ന ഗ്രാമർ പോർഷൻ 1.5 മണിക്കൂർ നിങ്ങൾക്ക് എത്ര ഗ്രാമർ പോർഷൻ തീർക്കാൻ പറ്റുമോ അത്രയും തീർക്കുക. അതിൻ്റെ POയ്ക്ക് ചെയ്യുക. അതിനടുത്ത് വീണ്ടും 1/2 മണിക്കൂർ ഗ്യാപ്പ് ഉണ്ട്. 1:30 മുതൽ 3 മണി വരെ വീണ്ടും ഗ്രാമർ തന്നെയാണ്. ബാക്കി കണ്ടിന്യൂ ചെയ്ത് പഠിക്കുക. അതിൻ്റെ POയ്ക്ക് എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. ദെൻ വീണ്ടും ഒരു മണിക്കൂർ, ഇപ്പോൾ തന്നെ 3-4 മണിക്കൂർ ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്താണ് ഗ്രാമറൊക്കെ ഏറെക്കുറെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ചിലർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ആൾക്കാരുണ്ടാവും. അവർ മാക്സിമം ഇത് എന്ത് ചെയ്യാറാണ് പതിവ്, സ്കിപ്പ് ചെയ്യാറാണ് പതിവ്. അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം തോന്നുന്ന പോർഷൻ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുക. ഓക്കെ, ഗ്രാമറിൽ ഓക്കെ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നത് ജസ്റ്റ് നോക്കി വയ്ക്കുക. അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, എന്തായാലും ആൻസേഴ്സ് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ആൻസർ കീ വെച്ചിട്ടെങ്കിലും എന്ത് ചെയ്യുക, ആൻസേഴ്സ് പഠിക്കുക. ഓക്കെ, അപ്പം നമ്മൾ 3:30 to 4:30 വീണ്ടും എന്ത് ചെയ്യുന്നു, ഗ്രാമർ പഠിക്കുന്നു. ഓക്കെ, PYQൽ നമ്മൾ ചെയ്ത് നോക്കുന്നു. ഗ്രാമർ പോർഷൻ 4 മണിക്കൂർ കൊണ്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. ഇതിന് മുന്നേ തീക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ടൈം പിന്നെ എന്ത് ചെയ്യാം, വേണമെങ്കിൽ റെസ്റ്റ് എടുക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പഠിക്കുകയും ചെയ്യാം കേട്ടോ, ഇതിന് മുന്നേ ഈ ടൈം മാറ്റിയിട്ട്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് എടുക്കുന്നു. 3:30 വരുന്നു. 3:30 മുതൽ 4:30 വരെ നമ്മളത് കഴിഞ്ഞ് ഗ്രാമർ കഴിഞ്ഞു. അടുത്ത 4:45. ഓക്കെ, ഒരു 15 മിനിറ്റ് ഞാൻ അവിടെ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. 4:45 മുതൽ 6 മണി വരെ നമ്മൾ 1ാമത്തെ യൂണിറ്റ് റിവിഷൻ. ഈ റിവിഷൻ 1 എന്ന് ഞാൻ കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് യൂണിറ്റ് ആണ്, 1ാമത്തെ യൂണിറ്റ് ആണ്. ഓക്കെ, ഫസ്റ്റ് യൂണിറ്റ് എന്ത് ചെയ്യുന്നു, നമ്മൾ റിവൈസ് ചെയ്യുന്നു.
നമ്മളിവിടെ പക്ക പഠിച്ച് തീർത്തിട്ടുണ്ട്, നമ്മളത് റിവൈസ് ചെയ്യുന്നു. ദെൻ 6:30 മുതൽ 7:30 വരെ വീണ്ടും എന്ത് ചെയ്യുന്നു, നമ്മൾ സെക്കൻഡ് യൂണിറ്റ് എന്ത് ചെയ്യുന്നു, റിവൈസ് ചെയ്യുന്നു. 7:45 മുതൽ 8:45 വരെ വീണ്ടും എന്ത് ചെയ്യുന്നു, നമ്മൾ തേർഡ് യൂണിറ്റ് എന്ത് ചെയ്യുന്നു, റിവിഷൻ ചെയ്യുന്നു. ദെൻ 9 മണി മുതൽ 10 മണി വരെ നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും 4ാമത്തെ യൂണിറ്റ് റിവൈസ് ചെയ്യുന്നു. 10:15 മുതൽ 11:15 വരെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു, 5ാമത്തെ യൂണിറ്റ് റിവൈസ് ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾ യൂണിറ്റ് പഠിച്ച് പോകുമ്പോഴത്തേക്കും അതിനകത്തുള്ള ക്യാരക്ടർ സ്കെച്ച് ഉറപ്പായിട്ടും എന്ത് ചെയ്തിരിക്കണം, പഠിച്ച് പോയിരിക്കണം. ക്യാരക്ടർ സ്കെച്ച് ഉള്ള ചാപ്റ്റേഴ്സിൽ ക്യാരക്ടർ സ്കെച്ച് പഠിച്ച് പോയിരിക്കണം. കവിത പഠിക്കുന്ന സമയത്ത് അപ്രീസിയേഷൻ അടക്കം കൃത്യമായി പഠിച്ച് പോയിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ സെക്കൻഡ് ഡേ എന്ത് ചെയ്തു, വൈൻഡ് അപ്പ് ചെയ്തു. ദെൻ നമ്മുടെ എക്സാം ഡേ. ഓക്കെ, ദെൻ നമ്മുടെ എക്സാം ഡേ ആണ്. രാവിലെ 5 മണിക്ക് എന്ത് ചെയ്യുക, എഴുന്നേൽക്കുക. 5 മണി മുതൽ 7 മണി വരെ. ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് ബ്രേക്ക് എടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് ഒരുപാട് ഇങ്ങനെ ആക്കണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ കൊടുത്തിട്ടുള്ളതാണ്. റിവിഷൻ. എന്ത് റിവിഷൻ ചെയ്യണം, നമ്മൾ ചാപ്റ്റേഴ്സ് അവിടെ എന്ത് ചെയ്തു, റിവൈസ് ചെയ്ത് തീർത്തു, യൂണിറ്റ് റിവൈസ് ചെയ്ത് തീർത്തു. ദെൻ വീണ്ടും നമുക്ക് മാർക്ക് കിട്ടാൻ കൂടുതൽ ചാൻസ് ഉള്ള സാധനങ്ങളാണ് അപ്രീസിയേഷൻ, 5 കവിതകളുടെ അപ്രീസിയേഷൻ. ദെൻ അഗെയിൻ ക്യാരക്ടർ സ്കെച്ച് ഒന്നുകൂടെ റിവൈസ് ചെയ്യുന്നു. പിന്നെ ഡിസ്കോഴ്സ് ഐറ്റംസ്. ഞാൻ അവിടെ ഡിസ്കോഴ്സ് സെപ്പറേറ്റ് എടുത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു. ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴും അവിടെ ലെറ്റർ ഉണ്ടെങ്കിൽ ലെറ്റർ നിങ്ങൾ പഠിക്കും, ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പഠിക്കും. ഓക്കെ, സെമിനാർ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് പഠിക്കും. അത് നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് ഇമെയിൽ അതൊക്കെ നിങ്ങൾ അങ്ങനെ പഠിച്ചുകൊണ്ട് പോകുന്നതാണ്. അതിൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുന്നുണ്ട്, അതുമായിട്ട് നിങ്ങൾ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ചെയ്യുന്നുണ്ട്, അതിനകത്ത് നിങ്ങൾ എഴുതുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയാത്തത്. അപ്പോൾ രാവിലെ നമ്മൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഫ്രഷ് ആയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി, ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് രാവിലെ എന്ത് ചെയ്യുക, ഡിസ്കോഴ്സും കൂടെ എന്ത് ചെയ്യുക, ഫോർമാറ്റുകളൊക്കെ അതുവരെയും നോക്കിയിട്ടില്ല അല്ലെങ്കിൽ മറന്നു പോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക. ഓക്കെ, ദെൻ അരമണിക്കൂർ ബ്രേക്ക് എടുക്കുക. ഫുഡ് കഴിക്കുന്നെങ്കിൽ ഫുഡ് കഴിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ചുമ്മാ ഇരിക്കണമെങ്കിൽ ചുമ്മാ ഇരിക്കാം. ദെൻ 7:30 മുതൽ 9 മണി വരെ 7:30 മുതൽ 9 മണി വരെ നിങ്ങൾ നമ്മുടെ പ്രോസ് ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. ഓക്കെ, പ്രോസ് ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. നമ്മുടെ 11 ചാപ്റ്റേഴ്സ് നമ്മൾ റിവൈസ് ചെയ്യുക. ഓക്കെ, ഇവിടെ റിവിഷൻ ഞാൻ അപ്രീസിയേഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 5 കവിത അപ്രീസിയേഷൻ ഇവിടെ ആകുമ്പോൾ കവിത അവിടെ തീർന്നു. ഓക്കെ, ദെൻ ഇവിടെ പ്രോസ് ചാപ്റ്റേഴ്സ് 11 ചാപ്റ്റേഴ്സ് ഒന്നുകൂടെ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. അതിൻ്റെ തീംസ് നോക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻറ്റ്സ് നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് എല്ലാ കഥകളും ഓർമ്മ നിൽക്കുന്നുണ്ടോ, സംഭവങ്ങൾ ഓർമ്മ വരുന്നുണ്ടോ എന്നൊക്കെ എന്ത് ചെയ്യുക, ഒന്നുകൂടെ നോക്കുക. ഓക്കെ, നമുക്കതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമുക്ക് കണ്ടൻറ്റ് മൈൻഡിലുണ്ടെങ്കിൽ, നമുക്ക് ലാംഗ്വേജ് കയ്യിലുണ്ടെങ്കിൽ സുഖമായിട്ട് എന്ത് ചെയ്യാം, ഇംഗ്ലീഷ് എഴുതി ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഒന്നുകൂടെ പ്രോസ് ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യാൻ പറയുന്നത്. ദെൻ നമ്മുടെ ഫൈനൽ സെറ്റ്. ഓക്കെ, വീണ്ടും ഞാൻ ഇവിടെ 1/2 മണിക്കൂർ വരും. അതായത് ഈ ഇടയ്ക്ക് ഗ്യാപ്പിൽ ഫുഡ് കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫുഡ് കഴിക്കാം, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ദെൻ 9:30 to 10:30 ഞാൻ ഒരു മണിക്കൂറേ കൊടുത്തിട്ടുള്ളൂ. ഗ്രാമർ ഒന്നുകൂടെ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. 4 മണിക്കൂർ ടൈം നമ്മൾ പഠിച്ചു. ദെൻ ഇവിടെ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. ആ ഗ്രാമറിൻ്റെ POQ കൂടെ തന്നെ എന്ത് ചെയ്യുക, ഒന്ന് ചെയ്ത് നോക്കുക. കാരണം എന്ന് പറഞ്ഞാൽ ഈ റിപ്പോർട്ടഡ് സ്പീച്ചൊക്കെ എന്ന് പറഞ്ഞാൽ ചില സമയത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട്. അപ്പം നമുക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഓർമ്മയിൽ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ചിലപ്പോൾ ടെൻസിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ, കോൺകോഡ് ആയിക്കോട്ടെ, ചിലപ്പം നമ്മുടെ ഈ ഫ്രേസൽ വെർബ്, വൊക്കാബുലറി ഫ്രേസൽ വെർബ് ആയിക്കോട്ടെ, ഇതൊക്കെ സെയിം സാധനം എന്ത് ചെയ്യാറുണ്ട്, റിപ്പീറ്റ് ചില സമയങ്ങൾ അടിക്കാറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ സെയിം സാധനങ്ങൾ ഒരേ ക്വസ്റ്റ്യൻ അല്ലെങ്കിലും ആൻസേഴ്സ് സിമിലർ ആയിട്ട് വരുന്ന സാധനങ്ങൾ ഉണ്ട് ഈ നമ്മുടെ ഫ്രേസൽ വെർബിലൊക്കെ. ഓക്കെ, കോൺകോഡ് അതിലൊക്കെ. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുക, പക്കയായിട്ട് എന്ത് ചെയ്യുക, ആ ഒരു ഗ്രാമർ റിവൈസ് ചെയ്യുക. POQ കൂടെ എന്ത് ചെയ്യുക, ഒന്നുകൂടെ റിവൈസ് ചെയ്യുക. 1 മണിക്കൂർ ടൈം കംപ്ലീറ്റ് പക്ക. ബാക്കിയുള്ള ടൈം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എന്ത് വേണോ ചെയ്യാം. ഓക്കെ, ദെൻ അടുത്ത് നിങ്ങൾ ഫ്രഷപ്പ് ആവുക. ഓക്കെ, ഫുഡ് കഴിക്കുക. ദെൻ മൈൻഡൊക്കെ റിലാക്സ്ഡ് ആക്കി ഫ്രീ ആക്കി വെച്ചിട്ട് എന്ത് ചെയ്യുക, എക്സാമിന് പോവുക. നിങ്ങൾക്ക് ഫുൾ മാർക്ക്. ഓക്കെ, 80 out of 80. ഓക്കെ, നമ്മുടെ C മാർക്കും കൂടെ കൂട്ടുമ്പോഴത്തേക്ക് 100 out of 100 എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ദിസ് ഈസ് ദ ബെസ്റ്റ് വേ ഓക്കെ ടു സ്റ്റഡി ഇംഗ്ലീഷ്. ഓക്കെ, നിങ്ങൾ വേറെ ഏത് മെത്തേഡ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലും ഇത് നിങ്ങൾക്ക് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നൊരു മെത്തേഡായിരിക്കും. ജസ്റ്റ് നിങ്ങൾ തന്നെ അനലൈസ് ചെയ്ത് നോക്കുക. നിങ്ങൾ ഇത് എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്നുള്ള കാര്യം നിങ്ങൾ നോക്കുക, നിങ്ങളെ കൊണ്ട് എത്രത്തോളം പറ്റുമെന്ന് നോക്കുക. ഓക്കെ, ഉറപ്പായിട്ടും 100% നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിൽ അടുത്ത് കാണാം. ബൈ.